എല്ലാവർക്കും നമസ്തേ. ഇന്ന് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പിയാണ് വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഒരു ഫ്രൈ പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം. 15 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർക്കാം. ഒരു മീഡിയം പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു 15 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു 2 ചെറിയ സവോള അരിഞ്ഞതും കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഒന്നങ്ങ് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു 3 ടൊമാറ്റോ സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി കളറിനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനി തണുത്ത ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്ത് വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. കടുക് താളിക്കാനായിട്ട് തട്ട്ക പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായാൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയാൽ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് മൂപ്പിക്കാം. ഒരു വറ്റൽമുളകും കൂടി ചേർക്കാം. 2 തണ്ട് കറിവേപ്പിലയും. ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിത് ചൂടോടുകൂടി ചട്നിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ടൊമാറ്റോ കാര ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഗോതമ്പ് ദോശയ്ക്കും റവ ദോശയ്ക്കും എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കാം. കാരണം നല്ലെണ്ണയിലാണല്ലോ നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ടൊമാറ്റോ ചട്നി ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളെ അറിയിക്കണം. അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ കറി വിത്ത് അമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു റെസിപ്പിയുമായി എത്തും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.